ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്കാവടയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സ്വാദിഷ്ടമായ പക്കാവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പി കാണുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പക്കാവട ഉണ്ടാക്കണേന്ന് കാണാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അരിപ്പൊടി എടുക്കുന്നു. അരിപ്പൊടി ഒരു 4 കപ്പ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കടലമാവ് ഒരു 3 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഭയങ്കര എരിവുള്ള പൊടിയല്ല ഇത്, അതുകൊണ്ടാണ് ഞാനൊരു 3-4 ടീസ്പൂൺ ചേർത്തത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള പൊടി ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതലാണ്. അരിപ്പൊടി ആയാലും കടലമാവായാലും ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്രയും മുളക് പൊടി ഇതിന് വേണം. അതുപോലെ തന്നെ കായപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ജീരകമൊക്കെ ആഡ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നല്ല പക്കാവട കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിക്നെസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിന് വേണം നമ്മൾ ഈ മാവ് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് വെള്ളം ചേർന്നു എന്ന് തോന്നുമ്പോൾ നമുക്കത് പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കില്ല. ആ ഒരു സമയം തന്നെ ഈ പക്കാവടയ്ക്ക് ഇങ്ങനെ മാവ് കുഴച്ചെടുക്കാനും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, പക്ഷെ ഒരുപാട് അങ്ങനെ തിക്കായി പോകാനും പാടില്ല. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് തന്നെ നമുക്കിതിന് വേണം. അപ്പം ഞാനിത് കുഴച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനൊന്ന് വെച്ചു. അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഷേപ്പ് ഓഫ് മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതിന് സേവനാഴിയിലോട്ട് ഇട്ടതിന് ശേഷം ഇതിനകത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള മാവ് നിറച്ച് നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിങ്ങനെ റൗണ്ടാക്കി മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ വേണ്ട നമുക്കിത് ഫ്രൈ ആയി എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ എണ്ണയിൽ മുങ്ങി പൊരിയുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ലിറ്ററോളം എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ എനിക്ക് വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെ, ഞാനിത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നോക്കാം. അത് മാവിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്കത് പുറത്തോട്ട് എടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റാണോ എന്നറിയാനാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ കറക്റ്റാണ്, ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണ ചൂടാക്കി എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ഫ്രൈ പാനിലാണിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഒരു 1/2 ലിറ്ററോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ പക്കാവട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പക്കാവടേൻ്റെ ആ ഒരു കൂട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പിഴിയാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ ഷേപ്പ് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ അമ്മ ചെയ്യുന്നുണ്ട്, അത് ഞാൻ അടുത്ത് കാണിക്കാം. അത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ വിട്ട് പോകാതെ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാനും ഫ്രൈ ചെയ്തെടുക്കാനും ഭയങ്കര ഈസി ആയിരിക്കും. ഇതിപ്പോൾ അമ്മ അതിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ്. ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന മാതിരി പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്കത് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ പിഴിയുമ്പോഴത്തേക്കും അത് മറിച്ചിടാനും പെട്ടെന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനും ഈസിയാണ്. ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വരും. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വിട്ടു പോവാണ്ട് ഒരുമിച്ച് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ ആയിക്കോളും. നമ്മളൊരു പ്രാവശ്യം അച്ചിൽ നിറയ്ക്കുന്ന മാവ് എത്രയാണ് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചൂടായി വരുമ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും നന്നായിട്ട് ഫ്രൈ ആയി വരും. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വരും. ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 6 മിനിറ്റൊക്കെ മതിയാവും 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. വിട്ട് പോകാണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ ഈസിയാണ്. അല്ലെങ്കിൽ വിട്ട് പോയാലും കുഴപ്പമില്ല, നമ്മളത് പൊടിച്ചിട്ടാണ് എടുക്കുക. എന്നാലും ഇങ്ങനെ എടുക്കുമ്പോഴാണ് അത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം. പക്കാവട നന്നിട്ട് ഫ്രൈ ആയി വരുമ്പം തന്നെ അതിങ്ങനെ പൊടിഞ്ഞ് വിട്ട് വരും.
കോരിയെടുത്ത് എണ്ണ തോരുമ്പോഴത്തേക്കും നമ്മൾ നല്ല കറുമുറ പക്കാവടയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് പക്കാവട. ഭയങ്കര ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. നമുക്ക് ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.